ഞാൻ ഈ ചടങ്ങിലൊരു അതിഥിയായി എത്തിയ ആളല്ല. കാരണം രാവിലെ മുതൽ കൊഞ്ചിറയുടെ പരിസര പ്രദേശങ്ങളിലുമായി 1-2 പരിപാടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രദ്ധേയനായ ഗായകൻ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആള് ശ്രീ ഗോപസാറിനെ കഴക്കൂട്ടത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തതുകൊണ്ട് അദ്ദേഹത്തെ ആ പരിപാടിയിൽ പോയി പങ്കെടുപ്പിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ച് മടങ്ങി വന്നതാണ്. അപ്പം എന്നെ കൊണ്ടുവന്ന വണ്ടി എന്നെ വഴി കളഞ്ഞിട്ട് പോയതുകൊണ്ട് കുറച്ചു നേരം ഇവിടെ കയറി നിൽക്കാനുള്ളൊരു അവസരം കിട്ടിയതാണ്. അല്ലാതെ ഒരു അതിഥിയായിട്ട് എന്നെ കാണണ്ട. തീർച്ചയായിട്ടും എനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം ഇവിടെ വർത്തമാനത്തിന് ആ ഒരു പ്രസക്തിയുമില്ല. കാരണം ഇവിടെ കലാപരിപാടി അവതരിപ്പിക്കുന്നു. ഒട്ടേറെ കലാകാരന്മാരുള്ളൊരു കുടുംബമാണ്. എനിക്ക് ഈ കുടുംബവുമായിട്ടൊരു ബന്ധമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഈ വന്നൊരു ബന്ധം കൂടിയായിട്ട് കരുതണ്ട. കാരണം ശ്രീ കല്ലറ ഗോപന്റെ അമ്മാവൻ ശ്രീ മണിയണ്ണനൊക്കെ അറിയാൻ തോന്നുന്നു. എൻ്റെ അച്ഛൻ ഈ പ്രദേശത്ത് ആദ്യമായിട്ട് കഥകളി ക്ലാസ് നടത്തിയ ഒരാളാണ്. അപ്പം അങ്ങനെ ഈ പ്രദേശവുമായും ഈ പ്രദേശത്തെ കലാപ്രവർത്തനവുമായിട്ടൊരു പൈതൃകാത്മകമായ ബന്ധമുണ്ട്. ആ ബന്ധം ഇപ്പോൾ എന്തോ ഒരു ഈശ്വര നിമിത്തം പോലെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് അത്ഭുതം തോന്നുന്നു പറഞ്ഞത്, കുറെ കൊച്ചുകുട്ടികൾ ഇങ്ങനെ ചേർന്ന് ഈ പരിപാടിയുടെ അവസ്ഥയെക്കുറിച്ച് ഗോപസാറും ഞാനും അതുപോലെ ശർമ്മിള ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ കൊച്ചുകുട്ടികൾ ചേർന്ന് നടത്തുന്ന ഒരു കുടുംബ കൂട്ടായ്മ. സാധാരണ കുട്ടികൾ ഈ സമയത്ത് ക്രിക്കറ്റ് കളിച്ചും അതുപോലെ മറ്റെന്തെങ്കിലും കായിക പ്രവർത്തനമൊക്കെ നടത്തി സമയം വേസ്റ്റാക്കി കളയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾ കൂട്ടായി ചേർന്നുകൊണ്ട് ഇപ്രകാരം ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നു എന്ന് കേട്ടതിൽ വളരെ വലിയ സന്തോഷം. ഞങ്ങളുടെ എല്ലാം കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടില് ഞങ്ങളിതുപോലെ മധ്യവേനൽ അവധിക്കാലത്ത് പെരപ്പങ്കോടിനടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്ത് ഞങ്ങൾ കുട്ടികൾ ചേർന്ന് കഥകളി നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ കഥകളി ഞങ്ങൾക്ക് അറിയാവുന്ന അച്ഛനും അതുപോലെ തന്നെ അച്ഛൻ്റെ സുഹൃത്തുക്കളും ഒക്കെ കഥകളിക്ക് പോകുന്നതുകൊണ്ട് കഥകളി കണ്ടിട്ടുണ്ട്. കഥകളി എന്താണെന്ന് അറിയില്ല, കഥകളിയുടെ ചിട്ടവട്ടങ്ങൾ അറിയില്ല. എങ്കിലും നമ്മൾ അവിടെ നിന്ന് കുറച്ചുപേർ ചേർന്ന് കഥകളി എന്ന രൂപത്തിൽ ചില പാളയെല്ലാം വെച്ച് കെട്ടി കളിക്കുന്നൊരു പതിവ് പണ്ടൊരു മധ്യവേനൽ അവധിക്കാലത്തെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. തീർച്ചയായും ഇതൊരു വലിയ സംഗതിയാണ്. കലയുടെ ചരിത്രത്തിൽ ഇപ്പോൾ എത്ര പറയാനുള്ള മധ്യവേനൽ അവധി കൂട്ടായ്മകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വെള്ളരി നാടകം എന്നൊരു സാധനം കേട്ടിട്ടുണ്ടോ? വെള്ളരി നാടകം കുട്ടികളോടാണ് ചോദിക്കുന്നത്. വെള്ളരി നാടകം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ വെള്ളരി നാടകം എന്ന് പറയുന്ന ഒരു പ്രത്യേക, അതായത് നമ്മുടെ പാടത്ത് വെള്ളരി നട്ടിട്ട് ആ വെള്ളരിക്ക് കാവലിരിക്കുന്ന കൂട്ടത്തിൽ രാത്രികാലത്ത് ഉറങ്ങിപ്പോകാതിരിക്കാൻ കലാകാരന്മാർ ചേർന്ന് കൂട്ടായി നടത്തുന്ന ഒരു പരിപാടിയാണ് വെള്ളരി നാടകം. ഈ വെള്ളരി നാടകമാണ് മലയാള നാടകവേദിക്ക് ചരിത്രം കുറിക്കുവാൻ ഇടയായ ഒരു ഫലഘടകങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് തീർച്ചയായും ഈ കൂട്ടായ്മയും അപ്രകാരം ഒരു കലയുടെ കൂട്ടായ്മ